കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും വൈറലായ ഒരു ഇന്ത്യൻ ബാലനാണിത്. യഥാർത്ഥത്തിൽ തന്നോട് കയർത്ത തന്നെ പാകിസ്ഥാനി അധിക്ഷേപിച്ച ഈ തീവ്ര ഹിന്ദുത്വവാദിയെ അതിശക്തമായി നേരിട്ട ഈ പയ്യൻ സോഷ്യൽ മീഡിയയിൽ എല്ലാ വിഭാഗങ്ങളുടെയും കയ്യടി നേടിയിരുന്നു. ഇന്ന് ആ തീവ്ര ഹിന്ദുത്വവാദി പയ്യനോട് മാപ്പും പറഞ്ഞു. അതായത് സംഭവം ഇങ്ങനെയാണ്. അതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഫ്ളാറ്റിലെ ചെറിയൊരു തർക്ം, അവരുടെ ഫ്ളാറ്റിൽ നടക്കുന്ന എന്തോ ഒരു തർക്കമാണ്. ഈ തർക്കത്തിന്റെ ഭാഗമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരുന്നു. ഹൈദരാബാദിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഈ കൊച്ചു പയ്യനോട്, സ്കൂളിൽ പഠിക്കുന്ന പയ്യനോട് ഇയാൾ വന്ന് ചോദിക്കുകയാണ്, നീ പാകിസ്ഥാനിയാണോ? അത് കേൾക്കേണ്ടതാണ്. അപ്പോൾ ആ പയ്യന്റെ റെസ്പോൺസ് കിടലാണ്, എൻ്റെ മുത്തശ്ശൻ ഇന്ത്യൻ ആർമിയിലെ സുബേദാർ ആയിരുന്നു, നീയാണോ എന്നെ പാകിസ്ഥാനി എന്ന് വിളിക്കുന്നത്? നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം. കാണേണ്ട ഒരു വീഡിയോ ആണ്. നമ്മുടെ നാട്ടിൽ ഇത്തരം വിദ്വേഷത്തിന്റെയും വർഗീയതയും പ്രസരിപ്പിക്കുന്ന ആൾക്കാർക്ക് നല്ല മറുപടിയാണ്. അതിശക്തമായ സാമൂഹിക സമ്മർദ്ദത്തെ തുടർന്ന് പുള്ളി മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. മാപ്പ് പറഞ്ഞ എന്തായാലും നന്നായി, വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. एक वीडियो ले, आप कैसा बोलते हैं? नहीं, आपको क्या प्रूफ है? आप पाकिस्तान में वही आप है। तो पाकिस्तान का बोल देते। मेरे दादा इंडियन आर्मी में थे, आपको पता है, सूबेदार थे वो। ഫ്ലാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ഒരു തർക്കമായിരുന്നു. ഒന്നുകൂടെ കേൾക്കാം. നീ പാകിസ്ഥാനിയാണോ? ടെൽ മീ ഫസ്റ്റ്. पाकिस्तान का बोल देते। मेरे दादा इंडियन आर्मी में थे, आपको पता है, सूबेदार थे वो। എന്നിട്ട് നിങ്ങൾ ഇവിടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറയുന്നുണ്ട്. എന്തായാലും അതിശക്തമായി ആ കൊച്ചു പയ്യന്റെ ആ സമയത്തെ പ്രതികരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിശക്തമായി വൈറലായി. എല്ലാ പ്രമുഖ തെലങ്കാനയിലും ഹൈദരാബാദിലും അടക്കം സൗത്ത് ഇന്ത്യയിൽ, പാൻ ഇന്ത്യയിൽ സോഷ്യൽ മീഡിയയിൽ കാര്യമായിട്ട് ഈ പയ്യന്റെ പ്രതികരണം ചർച്ച ചെയ്യപ്പെട്ടു. അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇതാണ്, NDTV അടക്കമുള്ള ദേശീയ ചാനലുകളും വളരെ കാര്യമായിട്ട് ആ പയ്യന്റെ റെസ്പോൺസ് കൊടുത്തിരുന്നു. നമ്മുടെ നാട്ടിൽ ഇന്ത്യക്കാരായി ജീവിക്കുന്ന ഇന്ത്യയിലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പരസ്പര സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണം. ഇത്തരത്തിൽ തീവ്ര വർഗീയത പറയുന്ന, വിദ്വേഷം പറയുന്ന ആൾക്കാർക്ക് നമ്മുടെ നാട്ടിൽ സ്ഥാനമില്ല എന്ന് വ്യക്തമാക്കാൻ കൂടി നമുക്കത് കഴിയണം. എന്നാൽ മാത്രമാണ് നമ്മുടെ രാജ്യത്തിന് അങ്ങനെ പോസിറ്റീവായി മുമ്പോട്ട് പോകാൻ കഴിയുക. അത് എല്ലാ സമൂഹത്തിൻ്റെയും ആവശ്യമാണ്. ഇയാൾ അവിടുത്തെ സൊസൈറ്റി സെക്രട്ടറിയാണ്. ആ സൊസൈറ്റി സെക്രട്ടറി ഇന്ന് ഇയാൾ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് നല്ല കാര്യം. മാപ്പ് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. തെറ്റ് പറ്റിയെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലായാൽ മാപ്പ് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി യഥാർത്ഥത്തിൽ ജനപ്രിയ ലേക്ക് ഫ്രണ്ട് സൊസൈറ്റി, കാപ്ര എന്ന സ്ഥലത്താണ് സംഭവിക്കുന്നത്, ഔട്ട്സ്കേർട്സ് ഓഫ് ഹൈദരാബാദ്. ജനപ്രിയ ലേക്ക് ഫ്രണ്ട് സൊസൈറ്റി അതിൻ്റെ സെക്രട്ടറി അൺകണ്ടീഷണൽ അപ്പോളജി, ഒരു ടീനേജ് മുസ്ലിം ബോയിയെ പാകിസ്ഥാനി എന്ന് വിളിച്ചതിൻ്റെ അൺകണ്ടീഷണലായ അപ്പോളജി, മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ആ പയ്യൻ്റെ അവൻ്റെ ഫാമിലി, ഈ സെക്രട്ടറി പലപ്പോഴും ഈ പയ്യൻ ബോംബ് വെക്കും അല്ലെങ്കിൽ ഇവരുടെ കുടുംബം ബോംബ് വെക്കും എന്നൊക്കെ പറഞ്ഞ് ആ കുടുംബത്തെ പലപ്പോഴും ഹരാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിശക്തമായ റെസ്പോൺസ് അവിടെ TRS, കോൺഗ്രസ്, AMIM, MBT അടക്കമുള്ള പാർട്ടികളിൽ നിന്ന് വന്നിരുന്നു. ഹൈദരാബാദ് വളരെ പോസിറ്റീവായ സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഇവിടെ ചില ആൾക്കാരിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കുക. എന്തായാലും ആ ചെറുപ്പക്കാരനെന്ന് പറഞ്ഞല്ലോ, കൊച്ചു പയ്യന്റെ പേര് പോലും പലപ്പോഴും മീഡിയ പ്രൊട്ടക്ഷൻ കാര്യങ്ങളുള്ളതുകൊണ്ട് പറയാറില്ല, അവരുടെ പ്രൈവസി രക്ഷിക്കണം എന്നുള്ളത്. എന്തായാലും ആ പയ്യൻ പറഞ്ഞ കാര്യം തികച്ചും ആവേശജനകമായൊരു കാര്യമാണ്. അത് ഓരോ ഇന്ത്യക്കാരനും അതിശക്തമായി പറയേണ്ടതാണ്. നമ്മുടെ ഇടയിൽ ഈ വിദ്വേഷവും വർഗീയതയും പാടില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം കൂടെയാണ്.